മോനെ സതീശ, മോനെ എണീക്കടാ. എടാ സംവിധായക, ചേച്ചി എന്റെ അമ്മയുടെ നായരെ എണീറ്റ് പണിക്കോടാ. അവൻ്റെ ഒരു ചേച്ചി ഇട്ട തുണി തിരുമ്പാൻ പറ്റില്ല. ഒരു മാറ്റമില്ല. ഇന്നും അമ്മയുടെ തെരുവിളി 5 സ്റ്റാർ കട്ടൻ ചായ. ഓ സാറേ, നിങ്ങളിങ്ങനെ ചിരിച്ചോണ്ടിരുന്നോ? വല്ല നടക്കോ? അറബിക്കടലിളകി വരുന്നുണ്ടേ. അമ്മ ബാത്റൂമിൽ വെള്ളം വെച്ചോ? ഓ ശരപഞ്ചരത്തിന് ജയനല്ലേ? എന്തേ ഈ പുലർച്ചയ്ക്കാണ് സ്വപ്നം ഫലിക്കൂ? നീ സ്ഥിരം കാണുന്ന സ്വപ്നല്ലേ സിനിമ? ആരോടും പറയാണ്ടിരുന്നാ മതി, അത് ഫലിച്ചോളും. കള്ള ഗ്ലാമർ അങ്ങ് കൂടി വരുവാ. സതീശ, വൈകുന്നേരത്തേക്ക് അരിയും പച്ചക്കറിയൊക്കെ വാങ്ങിട്ട് വരണട്ടാ. അമ്മ ഞാൻ വൈകുന്നേരം വരുമ്പോ കൊണ്ടുവരാം. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ. അമ്പലത്തിൽ കൊണ്ടുവിടാൻ തൊഴുത് വന്നല്ലേ. അമ്മേ രക്ഷിക്കണേ. പോയോ? എന്റെ ശ്യാമാംബിക തമ്പുരാന്റെ ദേഷ്യത്തിലാ? നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് ശ്യാമാന്നാണ്, അങ്ങനെ വിളിച്ചാ മതി. ആ മഴ മുഴുവൻ നനച്ചിട്ട് വെറും ശ്യാമ പിണക്കത്തില്ല. വണ്ടി എടുക്കണ്ടോ അതോ ഞാൻ നടന്നു പോണോ? രാവിലെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അമ്മ 2 തേങ്ങ എടുത്തു തന്നത്. പിന്നെ ആ തേങ്ങ 2 തേങ്ങ നിങ്ങൾ തലക്കിട്ട് പൊട്ടിക്കണായിരുന്നു. വണ്ടി എടുക്ക്. പൊന്നു കാവിലമ്മേ, വണ്ടി പോവാണേ. ശ്യാമ മേഘമേ നീ യതു കുല സ്നേഹ ദൂതുമായി വാ. പിണക്കമാണു എന്നോടിണക്കമാണു അടുത്തു വന്നാലും. ചിലപ്പോ അയ്യടാ ഒരുമിച്ചുള്ള പ്രാർത്ഥനയൊക്കെ പിന്നെ. ആ പിന്നെ വൈകിട്ട് നേരത്തെ കാണുമല്ലോ അല്ലേ? ലേറ്റ് ആവൽ പ്രോഗ്രാം ഉണ്ടെങ്കി ഇപ്പട്ട പാട്ടില് നിക്കൂല. കേട്ടോ മോനെ? ഇല്ല എന്റെ ശ്യാമാമ്പി. ശ്യാമേ മഴവെള്ളല്ലേ? പനി പനി. ഓട്ടോ ഓട്ടോ ഒന്ന് നിർത്തു, ഒന്ന് നിർത്തു. ഒന്ന് ബാങ്ക് ജംഗ്ഷൻ വരെ ഒന്ന് പോവോ? ഓ സാറേ കേറിക്കോ. ഓ നിറയെ സിനിമാ നടന്റെ ഫോട്ടോ ആണല്ലോടോ. നമ്മുടെ സൂപ്പർ സ്റ്റാർ അഖിലേഷ് മേനോന്റെ ഫോട്ടോ അല്ലേ? നിറഞ്ഞങ്ങടി ഇരിക്കട്ടെ. താൻ ഈ നടന്റെ വലിയ ആരാധകനാണെന്ന് തോന്നുന്നു. ആരാധകൻ മാത്രോ? ഞാൻ പുള്ളി വെച്ചൊരു സിനിമ ചെയ്യാൻ പോവല്ലേ. ഓഹോ അത് ശരി. അപ്പൊ ഈ ഓട്ടോ? അത് പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോ നല്ല ജീവിതാനുഭവങ്ങൾ വേണം. ചുറ്റുമുള്ള കഥാപാത്രങ്ങളെ സംഭവങ്ങളെ കുറിച്ച് പഠിക്കാൻ മാത്രമല്ല ജീവിക്കാനും വേണ്ടിട്ടോ സാറേ. താൻ ഒരുപാട് സിനിമകളൊക്കെ കാണാറുണ്ട് തോന്നുന്നു. മൊത്തം സിനിമ ഡയലോഗ് കണ്ടോളൂ. സിനിമ ഇല്ലെങ്കിൽ നമ്മളില്ല സാറേ. അതെ, ഈ നടനെ എങ്ങനെയാ പരിചയം? എന്നാ നിങ്ങളുടെ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ? അതൊക്കെ വളരെ പെട്ടെന്നായിരിക്കും സാറേ. നമ്മുടെ സിനിമ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ആളുകൾ ആസ്വദിച്ചിരുന്ന് കാണുന്ന, കുടുംബം കൈയടിക്കുന്ന,
കുട്ടികൾ തുള്ളിച്ചാടുന്ന അഖിലേഷ് മേനോന്റെ മറ്റൊരു പരകായ പ്രവേശമായിരിക്കും. ഇതൊക്കെ എല്ലാവരുടെയും അവകാശവാദങ്ങളല്ലേ? ഈ സിനിമയിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് അവകാശപ്പെടാനുള്ള പ്രത്യേകത എന്താ ഉള്ളത്? ഈ മുച്ചക്രം ഉരുട്ടുന്ന ചെറിയ സിനിമയിൽ വലിയ ജീവിതം ഉണ്ടാവും സാറേ. നമ്മളൊക്കെ എന്നും കാണുന്ന ചെറിയ വലിയ ജീവിതം, നടക്കുമെന്നറിയാത്ത കുറേ സ്വപ്നങ്ങൾ. എത്രയായി? 90 രൂപ മാഷെ. 90. തൻ്റെ നമ്പർ ഒന്ന് എനിക്ക് വേണം. ഇതാണ്ട് മുകളിൽ 98 46 36 42 18. ഓക്കെ ഓക്കെ ഓക്കെ. മടക്കം ഓട്ടോ ഒന്നും കിട്ടിയില്ലെങ്കിൽ തൻ്റെ ഓട്ടോ വിളിക്കാം. ഓക്കെ. ഓക്കെ. മണിയേട്ടാ ഒരു ചായ. കേട്ടോ നാട്ടാരേ, ഈ ഓട്ടോ പൊളിയാണേ, ഈ ഓട്ടോ ഓട്ടണ കൂട്ടക്കാരൊക്കെ ഒറ്റക്കെട്ടാണേ. കേട്ടോ നാട്ടാരേ, ഈ ഓട്ടോ പൊളിയാണേ, ഈ ഓട്ടോ ഓട്ടണ കൂട്ടക്കാരൊക്കെ ഒറ്റക്കെട്ടാണേ. മുക്കോ മൂലയോ വളവോ തിരിവോ അറിയണ ടീമാണേ. രാവും പകലും അങ്ങോട്ടിങ്ങോട്ടോടണ പടയാണേ. കേട്ടോ നാട്ടാരേ, ഈ ഓട്ടോ പൊളിയാണേ, ഈ ഓട്ടോ ഓട്ടണ കൂട്ടക്കാരൊക്കെ ഒറ്റക്കെട്ടാണേ. എന്ത് പറ്റിയട കുട്ടാ? ഹലോ ഹലോ. ആ ഹലോ, ഇത് സതീഷ് അല്ലേ? ആരാണ്? സതീഷ്, ഞാൻ അഖിലേഷ്. ആ സാറേ. സതീഷ് എവിടെയുള്ളത്? ആ എവിടേക്ക് ഓട്ടം പോണ്ട് സാറേ? ഞാൻ അഖിലേഷ് മേനനാണ്, ആക്ടർ. സതീഷ്, ഹലോ. ഹലോ. നമസ്കാരം സതീഷ്. സതീഷിന്റെ കയ്യില് നല്ലൊരു കഥയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആ സാറേ. അപ്പൊ ആ കഥ നമുക്കൊന്ന് എപ്പോഴാ കേൾക്കാൻ പറ്റുക? ആ ഞാൻ എപ്പോഴും കേൾക്കാം സാറേ. അല്ല പറയാം സാറേ. അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് കാണാം. ഞാനിവിടെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലുണ്ട്. സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നതാണ്. വിരോധമില്ലെങ്കിൽ നാളെ ഒന്ന് കാണാൻ പറ്റുമോ? ഓക്കെ സാറേ. ഓക്കെ 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 ശരി. ഓക്കെ. ഹലോ സാറേ, ഞാൻ സതീഷാണ്. എന്തുപറ്റി സതീഷ്? രാവിലെ 10 മണിക്ക് ഓക്കെ അല്ലേ സാറേ? ഓക്കെയാണ്, വന്നോളൂ, ആ കുഴപ്പമില്ല. ഓക്കെ. ശരി 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 ശരി. ആ എടാ മോനെ, അടിച്ചല്ലോ പാപ്പര്. സന്തോഷം ഉണ്ടോ ദാസേട്ടന്? അടിപൊളി. എന്നിട്ട് പറ, എങ്ങനെ കാര്യങ്ങള്? ഞാനും വരാം നിന്റെ കൂടെ. നിനക്ക് കുറച്ച് ധൈര്യത്തിന്റെ കുറവുണ്ട്. ദാസേട്ടാ, പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു കഥയുണ്ടെന്നല്ലാതെ അതെങ്ങനെ സിനിമയാക്കും? അതിനൊരു പ്രൊഡ്യൂസർ, ഇതൊക്കെ പ്രശ്നമാണ്. നമ്മൾ തമാശക്ക് പറഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ. ഇതിപ്പോ അഖിലേഷ് സാർ നേരിട്ട് വിളിക്കുകയും ചെയ്തു. എടാ, എന്തപ്പം നിന്റെ പ്രശ്നം? കഥ പുള്ളിക്ക് ഇഷ്ടമാവുന്ന? നീ ആദ്യ ആളെ നേരിട്ടൊന്ന് പോയി കാണ്. എന്നിട്ട് കഥ ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്ന പോലെ രസമായിട്ട് അങ്ങോട്ട് പറയേ. വരുന്നോടത്ത് വരട്ടെ. പിന്നെ പ്രൊഡ്യൂസർ കൊപ്രാകളം നടത്തുന്ന സുലൈമാനിക്ക, ആള് കന്യ. ജോർജ് ചേട്ടനാണെങ്കിൽ പലിശ കൂടുതൽ എടുക്കേണ്ടി വരും. ഈ സിനിമയ്ക്ക് പ്രൊഡ്യൂസർ ഉണ്ട്. നമ്മൾ പറയുന്നത് ഈ സിനിമയ്ക്ക് പ്രൊഡ്യൂസർ ഉണ്ട് എന്ന്. ഒരു കൃഷ്ണപിള്ള, ദുബായിൽ അച്ചാറ് കമ്പനിയുള്ള ആള്, ഒരു കോടീശ്വരൻ. ഈ കള്ളത്തരം പറഞ്ഞിട്ട് അതിപ്പോ എടാ, ആദ്യം നമ്മൾ പ്രൊഡ്യൂസർ ഉണ്ടെന്ന് പറയുന്നു. അഖിലേഷിന് കഥ ഇഷ്ടമായ പ്രൊഡ്യൂസർ താനേ വരും. നീ പേടിക്കാതിരേ. ഇപ്പൊ വരുന്ന നായികയുടെ കാര്യം നോക്കിക്കോ. അപ്പൊ ഞാൻ പോട്ടെ.
രാവിലെ റെഡി ആയിക്കോ, ഞാൻ നേരത്തെ വരാം. നമസ്കാരം. ഒന്ന് പോതാ ചേട്ടാ അവിടുന്ന്. എന്താ പ്രശ്നം? എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുന്നേ? ഇത്രയും കാലം സതീഷ് ചേട്ടൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതൊക്കെ സ്വപ്നം നടക്കാനല്ലേ? ഇപ്പോഴും നടക്കാൻ പോവാ. എന്റെ ചെറിയൊരു പ്രാർത്ഥന ഉണ്ട് കേട്ടോ. ശരിയാവുന്നേ. ഒന്ന് ചിരിക്കടോ. നീ പോയി നന്നായി പറഞ്ഞിട്ടോ, ഞാൻ അവിടെ ഉണ്ട് കേട്ടോ. സതീഷ് അല്ലേ? അഖിലേഷ് ഏട്ടൻ പറഞ്ഞിരുന്നു സതീഷ് കഥ പറയാൻ വരുമെന്ന്. വാ, അകത്തിരിക്കാം. എന്താ ഇരിക്കൂ. ഞാൻ സുധീർ. ഞാനൊരു ചായ പറയട്ടെ? വേണ്ട, എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി. പേടിക്കണ്ട, സമാധാനത്തിൽ കഥ പറഞ്ഞാൽ മതി. ആള് നല്ല മൂഡിലാ. സതീഷ്, ഇതെൻ്റെ അനിയനാണ്. ഇവനാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സതീഷ് എന്തെങ്കിലും കഴിച്ചിരുന്നോ? കുറുപ്പേട്ട എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. എന്നെ ഗുണദോഷിക്കാനും ഉപദേശിക്കാനും യോഗ്യതയുള്ള ഒരാൾ. ആ കുറുപ്പേട്ടൻ വന്നിട്ട് ഇങ്ങനൊരു കക്ഷിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണണ്ടേ? അപ്പൊ ശരി, തുടങ്ങാം നമുക്ക്. ശരി. കൃഷിയും പശു വളർത്തലും പ്രധാന ഉപജീവനമാർഗമായി ജീവിക്കുന്ന കുറേ നാട്ടുകാർ. ഒരു ഗ്രാമം പുലരിക്കോട്. അത്യാവശ്യം ജനങ്ങളെല്ലാം പ്രിയപ്പെട്ടവനായ രാജീവൻ എന്ന പച്ചക്കറി കടക്കാരന്റെ ജീവിതമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. പോലീസ് ജീപ്പ് രാജീവന്റെ വീട്ടിലേക്ക് എത്തുന്നു. ദൃക്സാക്ഷിയായ കുട്ടപ്പന്റെ മൊഴിയുള്ളത് കൊണ്ട് പോലീസ് അവിടെ വെച്ച് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. 1 minute. ഇൻട്രോയിലല്ലേ, നമുക്കൊരു ബ്രേക്ക് എടുക്കാടോ. അല്ല, ഇയാളുടെ ഭാര്യ സംശയിക്കാൻ കാരണം ശരിക്കും അയാളെ ഇവർ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്? അല്ല, പോലീസും ഭാര്യയുടെ അച്ഛനും ആ രാത്രി രാജീവൻ അവളുടെ റൂമിലേക്ക് കയറി പോകുന്നതിന്റെ CCTV ദൃശ്യം കണ്ടതാണ്. അത് നമ്മൾ ചോദ്യം ചെയ്യുന്ന സീക്വൻസിലാണ് കാണിക്കുന്നത്. ഓ, അങ്ങനെ. പാട
പാടത്തിന് നടുവിലൂടെ ആ കുട്ടിയുടെ കയ്യും പിടിച്ച് രാജീവൻ നടന്നു പോകുന്നിടത്താണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത്. ആ കുട്ടിയുടെ സ്വപ്നം അത് നിറവേറ്റാനായി രാജീവനും കുടുംബവും ഇനി അവളോടൊപ്പം. ഞാൻ പറഞ്ഞില്ലേ, ഈ കുറുപ്പേട്ടൻ, ഇയാൾക്കറിയാം എനിക്ക് വേണ്ടി എന്താ നല്ലത് ചെയ്യണ്ടേ എന്നുള്ളത്. നമ്മൾ ഈ പടം ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാ, ആരാ ഇതിന്റെ പ്രൊഡ്യൂസറൊക്കെ? സതീഷ്, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, പ്രൊഡ്യൂസർ ആരാ? സാറേ, ഇതിന് പ്രൊഡ്യൂസറൊന്നും ആയിട്ടില്ല. അതിനെന്താ, സതീഷ് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. നമ്മൾ എന്തായാലും ഈ സിനിമ ചെയ്യും, ഉറപ്പാടോ. അതിനിപ്പോ എന്താവശ്യത്തിന് ഏത് സമയത്ത് വേണമെങ്കിലും സുധീറിനെയോ കുറുപ്പേട്ടനെയോ വിളിക്കാം. ഓക്കെ, ശരി. സാർ, ഇതാണ് ഫുൾ സ്ക്രിപ്റ്റ്. ഓക്കെ, ഞാൻ വായിച്ചിട്ട് വിളിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സാറേ. കുറുപ്പ് സാറേ. ഉണ്ണി, ഹലോ, ഡയറക്ടർ സതീഷ് കുമാറിന്റെ വൈഫല്ലേ? ശരിക്കും? സതീശൻ പറഞ്ഞതുപോലെ നടക്കുമോ എന്ന് പോലും അറിയാത്ത സ്വപ്നങ്ങളും പേറി ഒരുപാട് പേർ സിനിമയ്ക്ക് ചുറ്റുമുണ്ട്. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടട്ടെ.